ജർമ്മനിയിലെ പ്രധാന തുറമുഖങ്ങളായ ഹാംബർഗ്, ബ്രെമർഹാവൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന 24 മണിക്കൂർ പണിമുടക്ക് യൂറോപ്പിന്റെ വടക്കൻ വിതരണ ശൃംഖലയിൽ കാര്യമായ തടസ്സങ്ങളുണ്ടാക്കി. വേതന വർധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് തുറമുഖ തൊഴിലാളികൾ പണിമുടക്കിയത്. ഇത് കണ്ടെയ്നർ ഗതാഗതം, ചരക്ക് കൈകാര്യം ചെയ്യൽ, റെയിൽ, റോഡ് ഗതാഗതം എന്നിവയെ പ്രതികൂലമായി ബാധിച്ചു. യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള കയറ്റുമതി ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യൻ കമ്പനികളുടെ ലോജിസ്റ്റിക്സ് ചെലവുകൾ ഉയർത്താനും വിതരണ സമയത്തിൽ കാലതാമസമുണ്ടാക്കാനും ഇത് കാരണമായേക്കാം. യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആഗോള ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളും ഇറാനെതിരായ പുതിയ ഉപരോധ ഭീഷണികളും എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. ഇത് ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $90 മുകളിൽ നിലനിർത്താൻ സഹായിച്ചു. എണ്ണവിലയിലെ ഈ വർധനവ് ഇന്ത്യൻ കമ്പനികളുടെ പ്രവർത്തന ചെലവിനെ ബാധിക്കുകയും പണപ്പെരുപ്പ സമ്മർദ്ദം ഉയർത്തുകയും ചെയ്തേക്കാം. ഗതാഗത, ലോജിസ്റ്റിക്സ്, നിർമ്മാണ മേഖലകളിൽ ഇത് പ്രകടമായേക്കാം. അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര തർക്കം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പുതിയ താരിഫുകൾ ഏർപ്പെടുത്തിയതിനു പിന്നാലെ കാനഡയും സമാനമായ തിരിച്ചടി താരിഫുകൾക്ക് തയ്യാറെടുക്കുന്നതായി പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള വടക്കേ അമേരിക്കൻ വ്യാപാര കരാറുകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോള വിപണിയിൽ നിലനിൽക്കുന്നു. ഇരു രാജ്യങ്ങളിലെയും ചില കയറ്റുമതി മേഖലകളെ ഇത് നേരിട്ട് ബാധിക്കുമെന്നതിനാൽ ഓഹരി വിപണിയിൽ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാണ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ $30 ട്രില്യൺ എത്തിക്കുന്നതിനുള്ള റോഡ് മാപ്പിനെക്കുറിച്ച് മുൻ കേന്ദ്ര സഹമന്ത്രി ജയന്ത് സിൻഹ പങ്കുവച്ച കാഴ്ചപ്പാടുകൾ ശ്രദ്ധേയമാണ്. ജനസംഖ്യാപരമായ നേട്ടങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ഊർജ്ജ മേഖലയിലെ പരിവർത്തനങ്ങൾ എന്നിവ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നിർണായകമാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഈ ദീർഘകാല കാഴ്ചപ്പാടുകൾ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകാനും പുതിയ നിക്ഷേപ മേഖലകൾക്ക് പ്രചോദനമാകാനും സാധ്യതയുണ്ട്. ഇത് ടെക്നോളജി, പുനരുപയോഗ ഊർജ്ജം, മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിലെ കമ്പനികളിൽ നിക്ഷേപം ആകർഷിച്ചേക്കാം. ക്രൂഡ് ഓയിൽ വില ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷ സാധ്യതകൾ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിപ്പിക്കുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഏകദേശം $93.60 WTI ക്രൂഡ് $87.06 വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ വിലവർദ്ധനവ് ഇന്ത്യയെപ്പോലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വെല്ലുവിളിയായേക്കാം. ഇത് പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കാനും രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി ഉയർത്താനും ഇടയാക്കും. ഊർജ്ജമേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ ഇത് സ്വാധീനം ചെലുത്തിയേക്കാം. ഓട്ടോമൊബൈൽ ഘടകനിർമ്മാണ മേഖലയിലെ പ്രമുഖരായ ഗബ്രിയേൽ ഇന്ത്യ എച്ച്എൽ ക്ലെമോവിന്റെ 30% ഓഹരി ഏറ്റെടുത്തതായി അറിയിച്ചു. ഈ നീക്കം കമ്പനിയുടെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനും സഹായിച്ചേക്കും. ഇത് ഓഹരി ഉടമകൾക്കിടയിൽ കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതകളെക്കുറിച്ച് ഒരു താൽപര്യമുണർത്താനിടയുണ്ട്. വാഹന ഘടക നിർമ്മാണ മേഖലയിലെ കമ്പനികളുടെ പ്രകടനത്തിൽ ഈ വാർത്ത ഒരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. S&P ഗ്ലോബൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ആഗോള വിതരണ ശൃംഖലയിൽ വലിയ തോതിലുള്ള കാലതാമസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് വിതരണക്കാർ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനെടുക്കുന്ന സമയം വർദ്ധിച്ചിരിക്കുന്നത്. ഷിപ്പിംഗ് തടസ്സങ്ങൾ, പുതിയ താരിഫുകൾ, വിതരണക്കാരുടെ കൈവശമുള്ള സ്റ്റോക്കുകളുടെ കുറവ് എന്നിവയാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നിർമ്മാണ മേഖലയിലെ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ നിർമ്മാണ, ഇറക്കുമതി, കയറ്റുമതി കമ്പനികൾക്ക് ഇത് വലിയ വെല്ലുവിളി ഉയർത്തുകയും അവരുടെ ലാഭക്ഷമതയെ ബാധിക്കുകയും ചെയ്യാം. US-ഇറാൻ സംഘർഷങ്ങൾ തുടരുന്നതും ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളും ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവിന് കാരണമായി. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $94 WTI ക്രൂഡ് വില $87 എത്തി. ഇത് ആഗോള ഊർജ്ജ വിപണികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന US ഭീഷണിയും എണ്ണ വിതരണത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന ഭയം വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന എണ്ണവില ഇന്ത്യൻ കമ്പനികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുകയും പെട്രോകെമിക്കൽസ്, ലോജിസ്റ്റിക്സ്, എയർലൈൻ മേഖലകളെ കാര്യമായി ബാധിക്കുകയും ചെയ്യും.